വെറും അരമണിക്കൂറിനുള്ളിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റൈസ് റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ചിക്കൻ മധുഹൂത്താണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ട് ചിക്കനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വാഷ് ചെയ്തതിന് ശേഷം. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാവേ. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ തക്കാളിയും ഒരു സവാളയും മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി വലിയുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 മാഗി ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടികളും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ആ പിങ്ക് കളർ പോയി വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ആ വെള്ളം കൂടെ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള കിടിലൻ മധുഹൂത്ത് റെഡി കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.